5 ദിവസത്തേക്ക് നിങ്ങളുടെ ഊർജ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കില്ല. കുടിച്ച വെള്ളത്തിൽ ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാമോ? കാരണം ട്രംപിന്റെ നയതന്ത്രം എന്ന് പറയുന്നത് ലോകത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. സമാധാനം വേണമെന്ന് പറയുന്നതിന്റെ ഇടയിൽ ആക്രമിക്കുന്ന സ്വഭാവമാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിട്ടുള്ളത്. ഒരു ഭ്രാന്തനെ പോലെ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റു രാജ്യങ്ങൾ ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കരുത് എന്നാണ് ഇറാന്റെ അഭിപ്രായം. അതായത് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, സമാധാനപൂർവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ പറയുന്നു, ഏത് ചർച്ച? ഞങ്ങളുമായി അങ്ങനെ ഒരു സംസാരമോ അങ്ങനെ ഒരു നീക്കമോ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ. ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, ഞങ്ങൾ 1, 2 എന്ന് അക്കമിട്ടിരിക്കുന്ന നിരവധിയായ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഞങ്ങളെ ആക്രമിക്കാൻ വർഷങ്ങളായി അമേരിക്ക നടത്തുന്ന നീക്കങ്ങളുണ്ട്. ഖാസിം സോലമേനിയിൽ തുടങ്ങി ഇപ്പോഴിതാ പരമോന്നതകാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമനിയുടെ വരെ ജീവനെടുത്ത നെറികെട്ട ഭരണകൂടം, ഞങ്ങളിൽ റെജീം ചേഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങിയവർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പരസ്യമായി തന്നെ കളിയാക്കുന്നു. ട്രംപിന് ട്രോൾ മഴയാണ്. ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൃത്യമായ മറുപടി ഇറാൻ കൊടുക്കുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശക്തനായ പരമോന്നതകാരിയെ കൊലപ്പെടുത്തിയിട്ടും അവർ അനങ്ങാതെ, അവർ സധൈര്യം നിന്ന് പോരാടുകയാണ്. ഇത് ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട സാഹചര്യമാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തല പോയാൽ പിന്നെ വാലാടില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ തല കൊയ്തെടുത്തു എന്ന് പറയുമ്പോഴും ഇറാന്റെ തല കൊയ്തെടുത്തു എന്ന് അമേരിക്കയും ഇസ്രയേലും ഒരേ സമയം ആർത്തട്ടഹസിക്കുമ്പോഴും അവിടെ ബാക്കിയുള്ളവർ നിന്ന്, അതായത് ഇറാന്റെ കൈയും കാലും ഒക്കെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ 48 മണിക്കൂറിനകം അവിടുത്തെ എല്ലാ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും അവിടുത്തെ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റി ഇറാൻ വഴി തുറന്നില്ലെങ്കിൽ, 4000-ഓളം കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം മാറ്റിയില്ലെങ്കിൽ ഇറാൻ വിവരമറിയുമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. ഒടുവിൽ ഇപ്പോൾ പറയുന്നു 5 ദിവസത്തേക്ക് ഞങ്ങൾ വെടി ഉതിർക്കുകയില്ല, നിങ്ങൾ ആയുധം വിക്കിച്ച് നമുക്ക് സമാധാന ചർച്ചയിലേക്ക് വരാമെന്ന്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇറാനിൽ റെജീം ചേഞ്ചിന് വേണ്ടി തകർത്ത് തരിപ്പണമാക്കുമെന്നും അൺകണ്ടീഷണൽ സറണ്ടർ എന്നും പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ വേണ്ടിയുള്ള നീക്കം, ഇറാൻ എന്നേക്കുമായി തുടരുന്ന നീക്കങ്ങളെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങൾ പോരാടുന്നത്. അപ്പൊ ഏറ്റവും ഒടുവിൽ പറയുന്നു, ഞങ്ങൾ ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. മധ്യസ്ഥതയ്ക്ക് വേണ്ടി റസബ് തായിബ് എർദോഗൻ തുർക്കിയുടെ പ്രസിഡന്റിനെ വരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. GCC രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തുകയാണ്. കാരണം ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊറുതി മുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഇറാന്റെ വെള്ളം കൂടി മുട്ടിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ഒന്നും തന്നെ പിന്നെ നിവർന്ന് നിൽക്കുകയില്ലെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതായത് ഇറാൻ പരമാവധി സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അമേരിക്കയെ.